മൂന്നാം ക്ലാസ്സുകാരുടെ ജനറൽ സയൻസിലെ ചാപ്റ്റർ 4 സോയിൽ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ കുറച്ച് റീകാൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഹാവ് യു എവർ ഡഗ് സോയിൽ ഇൻ എ ഗാർഡൻ? നിങ്ങൾ ഗാർഡനിൽ സോയിലൊക്കെ കുഴിച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവും അല്ലേ? വൈ ഡു പ്ലാന്റ്സ് നീഡ് സോയിൽ? എന്തിനാണ് പ്ലാന്റ്സിനൊക്കെ എന്തിനാണ് ഈ സോയിൽ തന്നെ ഇട്ട് കൊടുക്കണേ? വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പോരെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്യാൻ യു തിങ്ക് ഓഫ് എനി ടു തിങ്സ് ദാറ്റ് പ്ലാന്റ്സ് മസ്റ്റ് ഗെറ്റ് ഇൻ ഫ്രം സോയിൽ? സോയിലിൽ നിന്ന് പ്ലാന്റ്സിന് കിട്ടുന്ന എന്തൊക്കെ വസ്തുക്കളാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനി തൊട്ട് ചിന്തിക്കണം. ഹാവ് യു എവർ സീൻ ആൻസ് ഹോം മെയ്ഡ് ഇൻ സോയിൽ? സോയിലിൽ ആൻസ് ഉറുമ്പ് വീടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നത് ഫോർമേഷൻ ഓഫ് സോയിൽ. ഫോർമേഷൻ ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്തത്? അതുപോലെ തന്നെ വാട്ട് ഡസ് സോയിൽ കണ്ടെയ്ൻ? സോയിലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? അതുപോലെ തന്നെ അടുത്തൊരു പോയിൻ്റാണ് യൂസസ് ഓഫ് സോയിൽ. സോയിലിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ഇനി അടുത്ത് സോയിലിൻ്റെ മെയിൻ പോയിൻറ്റ്സുകളാണ് നമ്മൾ പറയുന്നത്. അതായത് സോയിൽ ദാറ്റ് വി സീ ഇൻ ദ ഗാർഡൻ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. നമ്മളെല്ലാവരും കാണുന്ന സോയിൽ, അതായത് മണ്ണ്, എവിടെയാണ്? എർത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ളതാണ്. എർത്തിൻ്റെ എവിടെയുള്ളതാണ്? ടോപ്പ് മോസ്റ്റ് ലെയർ. ടോപ്പ് മോസ്റ്റ് ലെയർ എന്ന് വെച്ചാൽ ഏറ്റവും പുറമേ ഉള്ള പാളി. ആ പാളിയിലുള്ളതാണ് അതായത് സോയിൽ. ഇനി മോസ്റ്റ് പ്ലാന്റ്സ് നീഡ് സോയിൽ ടു ലീവ് ആൻഡ് ഗ്രോ. എല്ലാ പ്ലാന്റ്സിനും, മിക്കവാറും ഉള്ള എല്ലാ പ്ലാന്റ്സിനും എന്ത് വേണം? സോയിൽ വേണം, ജീവിക്കാനും വളരാനും. ടു ലീവ് ആൻഡ് ഗ്രോ. റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഹോൾഡ് ദ പ്ലാന്റ്സ് ഫേംലി ടു ദ ഗ്രൗണ്ട്. ഈ റൂട്ട്സ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ത് ചെയ്യുന്നു? ഈ സോയിലിൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്ലാന്റ്സിനെ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നു അല്ലേ? സോയിലിൽ പ്ലാന്റ്സ് ഗെറ്റ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിന് വാട്ടറും ന്യൂട്രിയൻസും കിട്ടുന്നത് എവിടെ നിന്നാണ്? സോയിലിൽ നിന്നാണ്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. സോയിൽ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. മോസ്റ്റ് പ്ലാന്റ്സ് നീഡ് സോയിൽ ടു ലീവ് ആൻഡ് ഗ്രോ. റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഹോൾഡ് ദ പ്ലാന്റ്സ് ഫേംലി ടു ദ ഗ്രൗണ്ട്. പ്ലാന്റ്സ് ഗെറ്റ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അപ്പോൾ വാട്ട് ഈസ് ന്യൂട്രിയൻസ് എന്ന് കേൾക്കും? വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് നമുക്കറിയാം. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ജലവും ലവണങ്ങളും സോയിലിൽ നിന്നാണ് പ്ലാന്റ്സിന് കിട്ടുന്നത്. എന്താ ഈ ലവണങ്ങൾ? അതായത് പ്ലാന്റ്സിന് ലവണങ്ങൾ കിട്ടിയാലേ അതിന് നന്നായിട്ട് വളരാനും എന്താണ് അതിൻ്റെ ഫലവർഗ്ഗങ്ങൾ തരാനും കഴിയുള്ളൂ. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ആണ് ദാറ്റ് നീഡഡ് ഫോർ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത്. ഹെൽത്തിനും ഗ്രോത്തിനും ആവശ്യമുള്ള സബ്സ്റ്റൻസ് ആണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് എത്രയും പഠിച്ച് ഇനി സോയിൽ, ഇത് ഇത്രയും ഉപയോഗമുള്ള ഈ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പഠിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമുക്ക് പഠിക്കാം ഫോർമേഷൻ ഓഫ് സോയിൽ. സോയിൽ ഉണ്ടാകുന്നത് സിമ്പിളല്ല, ഒരുപാട് വർഷങ്ങളായിട്ടെടുത്ത ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് സോയിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം റോക്സ് അല്ലേ? ആ റോക്സ് എന്ത് ചെയ്യുന്നു? പൊടിഞ്ഞ് ആരുടെയൊക്കെ സഹായത്തോടു കൂടി? വിൻഡിൻ്റെയും റെയിനിൻ്റെയും ഹീറ്റിൻ്റെയും സഹായത്തോടു കൂടി പൊടിഞ്ഞ് ചെറിയ പീസസ് ആയാണ് സോയിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ദ റോക്സ് ആർ ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളസ്റ്റ് പീസസ് ഡ്യൂ ടു വിൻഡ്, റെയിൻ ആൻഡ് ഹീറ്റ് ഓഫ് ദി സൺ. വർഷങ്ങളായിട്ട്, ഒരു ദിവസവും 2 ദിവസവും കൊണ്ടല്ല ഇത് ഫോം ചെയ്തത്, വർഷങ്ങളെടുത്തിട്ടാണ് ഇത് ഫോം ചെയ്തത്. റോക്സ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ, പൊട്ടുന്നു. എങ്ങനെ? സ്മോൾ പീസസ്, പൊട്ടി ചെറിയ കഷ്ണങ്ങളാകുന്നു. എങ്ങനെയാണ്? ഡ്യൂ ടു വിൻഡ്, റെയിൻ ആൻഡ് ഹീറ്റ് ഓഫ് ദി സൺ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് റോക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ. ദീസ് പീസസ് ഓഫ് റോക്സ് കണ്ടിന്യൂ ടു ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. ഇതെന്ത് ചെയ്യുന്നു? വീണ്ടും വർഷങ്ങളെടുത്ത് വളരെ ചെറിയ കഷ്ണങ്ങളായി മാറുന്നു. ആൻഡ് ആസ് ദേ കണ്ടിന്യൂ ടു ബ്രേക്ക് ഡൗൺ, എന്നിട്ട് അത് പൊട്ടി ചെറുതാവുന്നു. ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൾസോ ഗെറ്റ് മിക്സ്ഡ് വിത്ത് ദീസ് റോക്ക് പീസസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ റോക്ക് പീസസിൻ്റെയോടുകൂടി ഡെഡ് അനിമൽസും
പ്ലാന്റ്സും ഒക്കെ കമ്പൈൻ ചെയ്യുന്നു. മനസ്സിലായോ? പിന്നീട് നടക്കുന്ന പ്രോസസ്സ് ഈ സോയിലിനോട് എന്തൊക്കെയാണ് യോജിക്കുന്നതെന്ന്? ഡെഡ് അനിമൽസ്, അതുപോലെ തന്നെ പ്ലാന്റ്സ്, ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ സോയിലുമായിട്ട് മിക്സ്ഡ് ആകുന്നു. മനസ്സിലായല്ലോ? ഓവർ എ പീരീഡ് ഓഫ് സെവറൽ ഇയേഴ്സ് ദിസ് ബ്രേക്ക് ഡൗൺ പ്രോസസ് കണ്ടിന്യൂസ്. ഈ പ്രോസസ്സ് വർഷങ്ങളോളം തുടരുന്നു. ദീസ് ടൈനി റോക്സ് പീസസ് ദെൻ ബിക്കം ഫൈൻ പാർട്ടിക്കിൾസ് ഫോമിങ് ദ സോയിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് വളരെ നേർത്ത, നമ്മൾ കണ്ടിട്ടില്ലേ മണ്ണ് സോയിൽ എങ്ങനെയായിരിക്കുന്നതെന്ന്, അതുപോലെ ചെറിയ വളരെ നേർത്ത പീസസ് ആയിട്ട് മാറി അങ്ങനെ സോയിലായിട്ട് മാറുന്നു. നമുക്ക് ഈ സോയിലിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇതും എഴുതിയാൽ മതി. എന്താണ്? The rocks are break down into smaller pieces due to wind, rain and heat of the sun. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എഴുതാം. As they continue to break down, dead plants and animals also get mixed with these rock pieces എന്ന് നമുക്കത് കൂടെ എഴുതാം. Become the fine particles forming the finally to form the soil. Then സോയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ സോയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. നമ്മളെ വീട്ടുമുറ്റത്തുള്ള സോയിലിൻ്റെ കളർ ഒരെണ്ണമായിരിക്കും, ഒരു തരത്തിലായിരിക്കും. മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വേറൊരു തരത്തിലായിരിക്കും. അപ്പോൾ ആ സോയിൽ എന്ന് പറയുന്നത്, സോയിൽ ഈസ് ഫൗണ്ട് ഇൻ മെനി കളേഴ്സ് അല്ലേ? സോയിൽ എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സിൽ നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ക്യാൻ ബി റെഡ്. ചിലയിടത്തൊക്കെ ഉള്ള സോയിൽ റെഡ് കളറിലായിരിക്കും, മറ്റു ചിലയിടത്ത് ലൈറ്റ് ബ്രൗൺ കളറിലായിരിക്കും, വേറെ ചിലയിടത്ത് ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും, ആൻഡ് ഈവൻ ബ്ലാക്ക്. ചിലത് നന്നായിട്ട് കറുത്ത കളറിലുമായിരിക്കും. അപ്പോൾ സോയിൽ ഏതൊക്കെ രൂപത്തിലാണ് കാണുന്നത്? ഏതൊക്കെ കളറിലാണ് കാണുന്നത്? റെഡ്, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ആൻഡ് ഈവൻ ബ്ലാക്ക്. ദ കളർ ഓഫ് സോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ഓഫ് ദി റോക്ക് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. അത് ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഈ കളർ ആരെയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റോക്ക്. കളർ ഓഫ് ദി റോക്ക്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ഓഫ് ദി റോക്സ്. അപ്പോൾ ഏതൊക്കെയാണ് സോയിലിൻ്റെ കളറ്? റെഡ്, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ഓഫ് ദി റോക്ക്. ആ റോക്കിൻ്റെ കളറിനെയാണ് ആശ്രയിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫോർമേഷൻ ഓഫ് സോയിലാണ്. ഫോർമേഷൻ ഓഫ് സോയിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിരുന്ന് നന്നായിട്ടിത് വായിക്കുക, പഠിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.